മൊബൈൽ ഫോൺ റിപ്പയറിങ്, സ്മാർട്ട് ഫോൺ, അത് ഐഫോൺ ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, സിമ്പിളായിട്ട് ആ റിപ്പയറിങ് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് തന്നെയാണ് മൊബൈൽ ഫോൺ റിപ്പയറിങ് സ്കില്ല് എന്ന് പറയുന്നത്. അതിന് പ്രധാനമായിട്ട് വേണ്ടത് ഒന്ന് നമ്മുടെ ഹാൻഡ് സ്കില്ലാണ്. ഹാൻഡ് സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഹാൻഡ് സ്കില്ലിന് തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ ഫോണുകളും അയക്കാനും കൂട്ടാനും പഠിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പഠിക്കേണ്ടത്. അത് ചില ഫോണുകൾ ബാക്ക് പാനൽ ഊരിയിട്ടായിരിക്കും ഫോൺ അയക്കേണ്ടത്, ചിലത് ഫ്രണ്ടിൽ നിന്ന് ഡിസ്പ്ലേ അടിക്കാൻ പൊക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടും നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ ഡിസസംബ്ലി എന്നുള്ള ഒരു വേർഡ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഗൂഗിളിൽ അറിയാൻ പറ്റുന്നത് എവിടെ നിന്നാണ് എങ്ങനെയാണ് പൊക്കുന്നത്, യൂട്യൂബിലുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ അയക്കാനും കൂട്ടാനും പഠിക്കുന്ന ഹാൻഡ് സ്കില്ലാണ് ആദ്യം പഠിക്കേണ്ടത്. അതിന് ഒന്നുകിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മൊബൈൽ ഫോൺ സർവീസ് സെൻറ്ററിൽ വെറുതെ ഒരു ട്രെയിനി ആയിട്ട് സീനിയർ ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള അയക്കുക കൂട്ടുക പഠിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഡിസ്പ്ലേ മാറ്റുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഹാൻഡ് സ്കില്ല് ഉണ്ടായാൽ തന്നെ നമുക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. കാരണം ഡിസ്പ്ലേ മാറ്റാനായിരിക്കും ഏകദേശം ഒരു 50-60% സർവീസ് സെൻറ്ററിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ സർവീസ് സെൻറ്ററിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഡിസ്പ്ലേ മാറ്റാൻ തന്നെയാണ്. അപ്പോൾ അതിന് പക്ഷേ ഫിറ്റിങ്സിൽ അത് ഗമ്മിടുന്നതും അതേപോലെ തന്നെ സിമെൻറ്റ് കൂട്ടി വെച്ച പോലെയൊന്നും ഗമ്മിടാൻ പാടില്ല. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ ഫിറ്റ് ചെയ്ത് ഒരു പുതിയ ഫോൺ എങ്ങനെയാണ് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ രീതിയിൽ ഡിസ്പ്ലേ മാറ്റിക്കഴിഞ്ഞാലും കൊടുക്കാൻ പറ്റണം. അത് അവനവൻ്റെ സ്കിൽ തന്നെയാണ്. അത് എക്സ്പീരിയൻസ് കൊണ്ടാണ് കുറച്ചൊക്കെ കിട്ടുള്ളൂ. പക്ഷേ നല്ല സിമ്പിളായിട്ടുള്ള ചില ടെക്നീഷ്യൻസ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഉള്ള ചില കുട്ടികളുണ്ട്, വളരെ സിമ്പിളായിട്ട് വളരെ പെർഫെക്റ്റായിട്ട് ആ സംഭവങ്ങൾ ആദ്യത്തെ രണ്ടാമത്തെ തവണ തന്നെ ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ അത് നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. പിന്നെ വേണ്ടത് ഹാൻഡ് സ്കില്ലാണ് ഒരു IC റീബോൾ ചെയ്യാനുള്ള സ്കില്ല്. IC റീബോൾ സ്റ്റെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് IC റീബോൾ ചെയ്ത്, ഇപ്പോൾ IC റീബോളിങ് എന്ന് പറഞ്ഞാൽ ഐസിൻ്റെ ഉള്ളിൽ കുറേ ലെഗുകൾ ഉണ്ടാവും. ആ ലെഗുകൾ വീണ്ടും കറക്റ്റായിട്ട് വാട്ടർ ഡാമേജ് ഒക്കെ വന്ന് ട്രയിച്ച് പോയി ഡ്രൈ ആയി കിടക്കുന്നുണ്ട് ലെഗിനെ വീണ്ടും റീഫിറ്റ് ചെയ്ത് ലെഗ് വെക്കുന്നതാണ് റീബോളിങ്. ആ റീബോൾ ചെയ്ത് IC ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്കില്ല്. അതുപോലെ മറ്റൊരു ഹാൻഡ് സ്കില്ലാണ് ചില ഫോണിൻ്റെ ടച്ച് ഗ്ലാസ് മാത്രമേ പൊട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഡിസ്പ്ലേ വന്ന് ഗ്ലാസ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഗ്ലാസ് മാത്രമായിട്ട് മാറ്റുന്ന ഒരു സ്കില്ല്, അതും ഒരു ടൈപ്പ് ഹാൻഡ് സ്കില്ല് തന്നെയാണ്. അത് ചിലവരൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് ഡിസ്പ്ലേക്കൊന്നും ഒരു ഡാമേജും ആകാത്ത രീതിയിൽ ചെയ്യുന്ന ഒട്ടേറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് എഡ്ജ് സീരീസിൽപ്പെട്ട ഫോണുകളുടെ ഗ്ലാസ് മാറ്റുന്ന സംഭവം. അപ്പോൾ സാംസങ് സീരീസിലെ അൾട്രാ സീരീസിൽപ്പെട്ട ഫോണുകൾക്കെല്ലാം എഡ്ജ് കർവ്ഡ് ഡിസ്പ്ലേകളാണ് വരുന്നത്. അത്തരം ഡിസ്പ്ലേകൾ മാറ്റണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കുറച്ചുകൂടെ കെയർ വേണം. അവൻ്റെ ഹാൻഡ് സ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് കിട്ടുള്ളൂ. അപ്പോൾ അതും പ്രാക്ടീസ് കൊണ്ട് നമുക്ക് കിട്ടാവുന്നത് തന്നെ ഉള്ളൂ. അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻസ് നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. നമ്മളെ ഇതിലുള്ള 2-3 ടെക്നീഷ്യൻസ് ഒരു ഡിസ്പ്ലേയിൽ അവരെ സക്സസ് റേഷ്യോ എന്ന് പറയുന്നത് ചില ഇതൊക്കെ നമ്മൾ 50-50 ചാൻസ് പറഞ്ഞിട്ട് അത്തരം വർക്കുകൾ എടുക്കാറുള്ളൂ. പക്ഷേ അവരുടെയൊക്കെ സക്സസ് റേഷ്യോ എന്ന് പറയുന്നത് 99%. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഫോണ് ഡാമേജ് ആയെങ്കിലേ ഉള്ളൂ. പക്ഷേ അത്തരം സ്കില്ല് അവർ ആർജിച്ചെടുത്ത ആ ഒരു സ്കില്ലാണ് ഹാൻഡ് സ്കില്ലിൽ മൂന്നാമത്തത്. ഇതൊന്നും ഒരു ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെത്തേഡും ഒരു സംഭവം പറഞ്ഞിട്ടില്ല ഈ ഹാൻഡ് സ്കില്ലിൽ. പിന്നെ അതേപോലെ തന്നെ ഡിസ്പ്ലേയിൽ ഇപ്പോൾ വരുന്ന ഒരു ഇഷ്യൂ ആണ്, ചില ഫോണിൻ്റെ വൈറ്റ് ഡിസ്പ്ലേ വരും. ഐഫോൺ സീരീസിലുകൾക്ക് വരുന്ന മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ് വൈറ്റ് ഡിസ്പ്ലേ വരും. അതേപോലെ തന്നെ ഗ്രീൻ ഡിസ്പ്ലേ വരും. അതും ഡിസ്പ്ലേയിൽ നിന്നും സ്ട്രിപ്പും തമ്മിലുള്ള ഒരു സ്ട്രിപ്പ് വരുന്നുണ്ട്. ആ സ്ട്രിപ്പിൽ കട്ടാവുന്നതുകൊണ്ടാണ്. ആ സ്ട്രിപ്പ് അത്രയും മൈന്യൂട്ടായിട്ടുള്ള കണക്ഷൻസാണ് പോകുന്നത്. ആ മൈന്യൂട്ട് കണക്ഷൻസ് കണ്ടെത്തിയിട്ട് അത് ജോയിൻ ചെയ്ത് കൊടുക്കുന്ന മൈക്രോ സോൾഡറിങ്. ആ മൈക്രോ സോൾഡറിങ് ഒരു സ്കില്ലാണ്. ഇത് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് മൈക്രോ സോൾഡറിങ് ആയിട്ട് മാറുന്നത്. ഈ മൈക്രോ സോൾഡറിങ്ങിൻ്റെ ഒരു സ്കില്ലും ഹാൻഡ് സ്കില്ല് തന്നെയാണ്. അപ്പോൾ ഞാൻ 4 ടൈപ്പ്: ഒന്ന് ഫോൺ അയക്കാനുള്ള സ്കില്ല്, രണ്ടാമത് IC റീബോൾ ചെയ്യാനുള്ള സ്കില്ല്, മൂന്നാമത് ടച്ച് ഗ്ലാസ് മാറ്റാനുള്ള സ്കില്ല്, ടച്ച് ഗ്ലാസ്സിൽ തന്നെ കർവ്ഡ് ഡിസ്പ്ലേൻ്റെ ഗ്ലാസ് മാറ്റാനുള്ള ഒരു സ്കില്ല്, അഞ്ചാമത് പറഞ്ഞത് ഡിസ്പ്ലേയുടെ തന്നെ സ്ട്രിപ്പ് ബോണ്ടിങ് ചെയ്യാനുള്ള സ്കില്ല്. ഇത്രയും 5 സ്കില്ലുകൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു ടെക്നീഷ്യനായി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഒരു
70% ടെക്നീഷ്യനായി. കാരണം എന്താ വെച്ചാൽ ഈ 70% കംപ്ലൈൻറ്റുകളും വരുന്നത് ഈ ഡിസ്പ്ലേ, അതേപോലെ തന്നെ ഐസി റീബോളിങ്, ഫിറ്റിങ്സ്, സി പി യു ഒക്കെ ഐസി വീണ്ടും റീബോൾ ചെയ്ത് കണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകുന്നതാണ്. അപ്പോൾ ഇത്രയും സ്കില്ല് ആർജിച്ചെടുത്താൽ തന്നെ ഒരു ഏകദേശം ഒരു 70% ടെക്നീഷ്യനായി എന്ന് പറയാം. ബാക്കി ബോർഡ് ലെവലിലുള്ള വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം.